അങ്ങനെ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി വന്നേട്ടോ കല്യാണിലേക്ക്. പക്ഷേ ഷോപ്പിങ്ങിന് മുമ്പ് ആദ്യം ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ആസ് യൂഷ്വൽ നമുക്ക് ഫുഡ് ഇല്ലാണ്ട് എന്താ ആഘോഷമല്ലേ. അപ്പോൾ കൂടെ എല്ലാവരും എന്താ പുറകെ വരുന്നുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോവാം. എവിടെ കയറിയാലും ആദ്യം ചോദിക്കുന്ന സാധനം ദോശ ആയതുകൊണ്ട് ഞാൻ അതന്നെ ചോദിച്ചു. ഇല്ല, ദോശയില്ല. ഏതൊരു റെസ്റ്റോറൻറ്റ്സിൽ പാരൻസ് പോകുന്നുണ്ടെങ്കിലും കുട്ടികളെ എൻഗേജ്ഡ് ആക്കുന്നത് മൊബൈൽ ഫോൺ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. മേ ബി ഇവൾ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് തൊട്ടേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫോൺ കൊടുത്തിട്ട് ഒരിക്കലും ഫീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവളെ എൻ്റർടൈൻ ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളത്. അത് ഞാൻ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ അവരവിടെ നിന്ന് കാർഡ്സ്, ക്രയോൺസ്, എന്തെങ്കിലും ആക്ടിവിറ്റി ഐറ്റംസ് തരും. അപ്പോൾ അത് കൊടുത്തിട്ട് കുട്ടീനെ എൻഗേജ്ഡ് ആക്കാനും അതുപോലെ എൻ്റർടൈൻഡ് ആക്കാനും ശ്രമിക്കുക. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവിടെ നിന്ന് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഉണ്ടാവും ആ ഒരു ഐറ്റം. അത് നമ്മൾ ചോദിച്ച് വാങ്ങുക. നമ്മൾ വൺസ് ഇത് ഫോണിൽ കുട്ടീനെ എൻഗേജ്ഡ് ആക്കിയാൽ പിന്നെ കുട്ടി എപ്പോഴും അതിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അത് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. 99.9% അല്ല 100% ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇതുവരെ അങ്ങനെ ഞാൻ ഫോൺ കൊടുത്തൊരു റെസ്റ്റോറൻറ്റിലും അവളെ എൻഗേജ്ഡ് ആക്കി ഇരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ചോയ്സാണ് പാരൻറ്റിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ഫ്രീ ടൈമിനും നമുക്ക് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് ഫോണിൽ അവരെ എൻഗേജ്ഡ് ആക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെൻ്റെ മാത്രം ചോയ്സും എൻ്റെ മാത്രം ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് എൻജോയ് ചെയ്ത് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് അവളെയും എൻഗേജ്ഡ് ആക്കി ഇരുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ കാത്തിരുന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ എത്തി. ക്ലിയർ സൂപ്പായിരുന്നു പറഞ്ഞാൽ ഓർഡർ ചെയ്ത് ആദ്യമായിട്ടോ ക്ലിയർ സൂപ്പ് ഓർഡർ ചെയ്യണേ. നമ്മളല്ലെങ്കിൽ മറ്റേ ചിക്കൻ മച്ചാവോ എന്താ പ്രൊണൗൺസ് ചെയ്യാമെന്നറിയില്ല ആ ഒരു സൂപ്പ്, പിന്നെ അതല്ലെങ്കിൽ സ്വീറ്റ് കോൺ സൂപ്പ്, ടൊമാറ്റോ സൂപ്പ്, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്യാറുള്ളത്. ഇത് ഒരാളിവിടെ പല്ലുവേദനയായിട്ടിരിക്കുക, അപ്പോൾ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് സൂപ്പ് ഇവിടെ ഓർഡർ ചെയ്തേക്കണം കേട്ടോ. ഞാൻ ദോശയായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ കിട്ടിയില്ല. തൽക്കാലം ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ സൂപ്പ് ആസ് സച്ച് നല്ല സൂപ്പായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഇല്ല, കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് 10 പൈസ കൂടുതലില്ല എന്ന്. പക്ഷേ കഴിച്ചപ്പോൾ കൊള്ളാം, നല്ലതായിരുന്നു. ബിരിയാണി ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു, പക്ഷെ ഭയങ്കര തണുത്തിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ ടൈം എടുത്ത് വന്നിട്ട് മോൾ തന്നെ അത് ചോദിച്ചു. അങ്ങനെ നമ്മളിതാ നേരെ കല്യാണിലെത്തി. കളർ കോഡിനുള്ള കളർ ചൂസ് ചെയ്യലായിരുന്നു ആദ്യത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത കളർ ഈ ഒരു പൗഡർ ബ്ലൂ അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂൻ്റെ ലൈറ്റ് ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡായിരുന്നു നമ്മൾ നോക്കിയത്. പക്ഷെ 3 സാരി ഒരേപോലത്തെ കിട്ടിയില്ല. അവർ ഏകദേശം കളറിലുള്ളതൊക്കെ ഒപ്പിക്കാൻ നോക്കി. നമുക്ക് എക്സാക്ട് സെയിം 3 വേണമെന്നായിരുന്നു. എന്താ ചെയ്യണേ? കല്യാണ സ്റ്റാഫുകളെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഒരേപോലത്തെ സാരി കിട്ടാൻ അവർ കുറേ തപ്പി, പിന്നെ ഏകദേശം ഒരേപോലെയാണെന്ന് ഒരു 3 പേര് വച്ച് കാണിച്ചു തന്നു. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ നല്ല രീതിയിൽ തന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്തു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നമുക്ക് അവിടെ നിന്ന് സെറ്റായിട്ട് കിട്ടിയില്ല. ഇവളുടെ എൻഗേജ്മെൻറ്റിനുള്ള കോസ്റ്റ്യൂം നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുത്തത്, പക്ഷെ നമുക്ക് കളർ കോഡിനുള്ളത് ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ നേരെ നമ്മൾ പോയത് പുളിമൂട്ടിലേക്കാണ്. കല്യാണം തുടങ്ങിയാൽ പിന്നെ തൊട്ടപ്പുറത്തുള്ളത് അവിടെയാണല്ലോ. എന്തായാലും അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ 3 ഒരേപോലത്തെ സാരീസ് കിട്ടിയിട്ടോ. അങ്ങനെ നമ്മൾ കളർ ഫൈനലൈസ് ചെയ്തു. ഒരു ലൈറ്റ് പീച്ച്, ഒരു ചന്ദനത്തിൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡായിരുന്നു. അപ്പോൾ ആ കളറാണ് നമ്മൾ ചൂസ് ചെയ്തത്. 3 ഒരേപോലെ കിട്ടിയ കാരണം ഫൈനലൈസ് ചെയ്തു. ടോപ്പ് മാത്രം ഇപ്പം നോക്കണുള്ളൂ. അതൊക്കെ കൊള്ളാം. പഞ്ഞും പിടിച്ച സമയം പോയതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ഉൾവിളി വിശപ്പിൻ്റെ, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാത്ത ഒരാളുണ്ടായിരുന്നു, സൂപ്പ് കുടിച്ച പല്ലുവേദനക്കാരൻ. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കരുതാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ദോശ കഴിച്ചു, നെയ് റോസ്റ്റ് ആയിട്ട് വാങ്ങി. അധികം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. വീണ്ടും നമ്മൾ കല്യാണിലേക്ക് തന്നെ വന്നു. ഷർട്ട് മെറ്റീരിയലും അതേപോലെ ആ സാരിക്ക് മാച്ചായിട്ടുള്ളത് തപ്പാന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും സെറ്റായി.
ഷോ കടിച്ചിരിക്കുക. ഇതൊരു ഫംഗ്ഷൻ വേറെ ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് boys. സാരി കിട്ടിയാൽ എത്ര ഈസി ആയിരിക്കില്ല ഞങ്ങളുടെ ഡ്രസ്സ് കണ്ടുപിടിക്കാൻ. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി സെറ്റ് ആവാത്തതുകൊണ്ട് ഇപ്പോൾ ഗംഗൻസിൽ വന്നിട്ട് ഒരു നിറനീണ്ടി പാൽ സർബത്ത് കുടിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് മധുര സ്വപ്നം 3rd ഫ്ലോറിലാണ്. അങ്ങനെ നമ്മൾ ജയലക്ഷ്മിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ആദ്യത്തെ എസ്കലേറ്റർ കൊണ്ടുവന്നിട്ടുള്ള തൃശ്ശൂരിലെ ഷോപ്പാണ് നമ്മുടെ സ്വന്തം ജയലക്ഷ്മി. അതൊരു പ്രത്യേകത കേട്ടോ. കേറിയോ അമ്മേ? അത് നമ്മുടെ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു അന്ന് കാലത്ത്. സിറ്റി സെൻറ്റർ കഴിഞ്ഞാൽ പിന്നെ എസ്കലേറ്ററിൽ എവിടെയായിരുന്നു കേരള മുകളെ എനിക്ക് വരും. പതുക്കെ പോട്ടെ. അവരെവിടെ എന്താണെന്നറിയില്ല. എനിക്ക് പേഴ്സണലി ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര ബാഡായിട്ടാണ് തോന്നിയത്. അവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ളൊരു മട്ടൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ട്. പക്ഷേ കല്യാണിൽ ഞാൻ പറഞ്ഞില്ലേ എന്തൊരു ഡീസൻ്റ് ആയിട്ട് അവർ 3 സ്റ്റാഫുകൾ വരെ വച്ച് കാണിച്ചു നോക്കിയേ നമ്മളിങ്ങനെയാണ് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ വരാമെന്ന് വരാം. അത്രയും ട്രയൽ കാണിച്ചു തരാൻ അത്ര ആത്മാർത്ഥത്തോടെ അവർ വർക്ക് ചെയ്തു കേട്ടോ. പക്ഷേ ഇവർ ഭയങ്കര ബാഡ് ബിഹേവിയർ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ അധികം നേരം നിന്നില്ല. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ക്യൂവിലേക്കാണ് കേട്ടോ. രാത്രി കട അടയ്ക്കേണ്ട സമയപ്പോഴാണ് എത്തിയത്. എന്നാലും അവിടുത്തെ ചേട്ടന്മാരായിരുന്നു, ചേച്ചിമാരൊക്കെ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടന്മാരാണ് നമുക്ക് കാര്യങ്ങളൊക്കെ തുണികളൊക്കെ എടുത്ത് തന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം ചിലതൊക്കെ നോക്കി വെച്ചിട്ട് പോകുന്നു. കാരണം രാത്രി അത്രയും ലേറ്റായിട്ട് വന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് നമുക്ക് തോന്നി. കാരണം ഇവർ അടിപൊളിയായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് നാളെ വരാമെന്നുള്ള രീതിയിൽ ഒരാൾക്കുള്ളത് കട്ട് ചെയ്തെടുത്തു. ബാക്കി നമുക്ക് പിറ്റേ ദിവസം നോക്കാനുള്ള പ്ലാനിൽ നമ്മൾ പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഉള്ളിൽ കയറി പോയിട്ട് ഓരോ മെറ്റീരിയൽസ് നോക്കിയാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. അവർക്ക് പിന്നെ നമ്മൾ ഉള്ളിൽ കയറി നോക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂളായിട്ട് ഉള്ളിൽ പോയി എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് നമുക്ക് വെച്ച് നോക്കി നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് കാരണം അതൊക്കെ ഭയങ്കര ഉപകാരമായിരുന്നു. നമ്മൾ ഏകദേശം സെലക്ട് ചെയ്ത് സെറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം 7:30-8 മണിയെങ്ങാണ്ട് അതിൻ്റെ നമ്മളവിടെ എത്തി. അപ്പോൾ 8:30 ക്ലോസിംഗ് ആണ്. അപ്പോൾ അത് കാരണം ലേഡീസ് സ്റ്റാഫുകളെല്ലാം പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം സെലക്ട് ആക്കി കറക്റ്റ് ഷെയ്ഡ് ഏതാ വരണേന്നൊക്കെ നോക്കി അതിൻ്റെ ലൈനിങ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് അവരെ വിളിച്ചത്. അപ്പോൾ അവർക്കും ഈസി ആയിരുന്നു, നമുക്കും ഈസി ആയിരുന്നു. കാരണം അവരെ കൊണ്ട് വലിച്ചിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ തന്നെ കയറി എല്ലാം നോക്കി. പക്ഷെ 1-2 പേര് എന്നെ തെറ്റിദ്ധരിച്ചു കേട്ടോ, ഞാൻ അടുത്ത സ്റ്റാഫാന്ന് വിചാരിച്ചിട്ട്. കാരണം ഒന്നാമത് ഇങ്ങനെ അമ്മക്കിട്ടൊക്കെ കെട്ടി ഇതിനുള്ളിൽ കയറി പുറത്ത് നിൽക്കുന്ന ഇവരോട് ഈ കളർ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഒരു സെയിൽസിൻ്റെ ഇത് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നി. എന്തായാലും നമുക്ക് അങ്ങനെ അവിടെ ഒരു എക്സാക്ട് ഷെയ്ഡിൽ കിട്ടി. അപ്പോൾ ഇതാണ് അച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇത് സെറ്റായി. അപ്പോൾ ഇത് കട്ട് ചെയ്യാം, ബാക്കി നാളത്തേക്ക് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ചൂസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുക ചെയ്തേ. ഇവളാണെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ ഒക്കത്ത് കയറിയിട്ട് ഇറങ്ങുന്നേ ഇല്ല, തോറ്റു ഞാൻ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം സൈഡാക്കി നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ കയറി. നമ്മൾ അക്ഷയയിലേക്കാണ് കയറിയിട്ട് പുത്തമ്പള്ളിയുടെ അവിടെ നല്ല ഷോപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷോപ്പാണ്. നോൺ വെജും കൂടെ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും അക്ഷയ. അപ്പോൾ അങ്ങനെ നമ്മളിവിടുന്ന് ഡിന്നറിന് ബട്ടർ നാൻ, പിന്നെ ബട്ടർ മസാല, ചില്ലി ചിക്കൻ ഓർ ചിക്കൻ 65 അങ്ങനെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയോ ഇതിൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇനി അടുത്ത ദിവസമാണ് ബാക്കി ഷോപ്പിംഗ്. അപ്പോൾ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പർച്ചേസ് ഡേ 2 ആണ് ഇന്ന്. സോ വി ആർ റെഡി ആൻഡ് ഓഫ് ടു തൃശ്ശൂർ അഗെയിൻ ഫോർ ഷോപ്പിംഗ്. അപ്പോൾ പെണ്ണിൻ്റെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു, പെണ്ണിൻ്റെ നീതിയുടെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു, പിന്നെ ചേച്ചിയുടെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കാണ് ഇനി നോക്കാനുള്ളത് മെയിൻ. പിന്നെ റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ കാര്യങ്ങൾക്കായിട്ട് ഇന്നിറങ്ങാം. സോ ഞങ്ങൾ രണ്ടാളും 2 വീലറിലായിട്ട് ഇറങ്ങി. പിന്നെ കുറച്ച് ചെറിയ അല്ലറ ചില്ലറ പർച്ചേസുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ നമ്മളുടെ കരിക്ക് കുടിക്കാൻ വേണ്ടി ഇറങ്ങി. കരിക്ക് കുടിച്ചു കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ സ്ഥിരം കയറുന്ന റെസ്റ്റോറൻറ്റ്സ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ പോയിട്ട് ഒരു തരത്തിലുള്ള എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ടാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയത്. പക്ഷേ ഞെട്ടി കളഞ്ഞു. നല്ല ആംബിയൻസും നല്ല ഫുഡും ആയിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ മലബാറിലല്ല പോണേ, ശുങ്കർ കൂടെ കേട്ടോ. നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി തികയാണ്ട് നമ്മൾ വീണ്ടും ബിരിയാണി ഓർഡർ ചെയ്തു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ചോറ് സൗണ്ട് എങ്ങനെയുണ്ട്? കാരണം ബിരിയാണി സൂപ്പറാ. തൊപ്പി ദോശ എന്താ
ചട്ടണി, ചമ്മന്തി, ഗ്രീൻ ചട്നി. ഒരു ദോശ ലവറിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഗുഡ് വൺ. ഐ ലൈക്ക് ഇറ്റ്. റെസ്റ്റോറൻറ്റ് പേര് ക്യാമറി അങ്ങനെ എന്തോ ആണ്, എന്ത് പ്രൊനൗൺസ് ചെയ്യാമെന്നറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ റിങ് നോക്കാൻ ചുങ്കത്തിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ കുറേ മോഡൽസ് നമ്മൾ ഓൾറെഡി റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ സ്റ്റോക്കിലുള്ള കുറച്ച് മോഡൽസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു സ്പെഷ്യൽ സ്വീകാര്യത ഉണ്ട്. അവർക്ക് പ്രോത്സാഹനം കാതുകുത്താൻ പോവാ. എനിക്ക് കുഴപ്പമില്ല. അയ്യോ ചോയ്സ്, ഞാനല്ല വേദന എടുക്കുന്നത്. നമ്മളുടെ ഗോൾഡ് പർച്ചേസിൻ്റെ സ്റ്റഡ് അടിക്കാൻ പോകുന്നത്. സ്റ്റഡ് ഇനി ഞാൻ അടിക്കില്ല, എനിക്കെല്ലാം പോയി. 2 പ്രാവശ്യം ഞാൻ അടിച്ചത്, 2 പ്രാവശ്യം. അട്ടർ ഫ്ലോപ്പ്. ഈ എൻഗേജ്മെന്റ് തകർക്കാനുള്ളതാണ്. വെറുതെ നിന്നെ കോളാക്കണേ, മുടി അടയൊക്കെ പിടിച്ച കോളം. നിനക്കാവാലോ, എനിക്ക് ശരിയായില്ലേ? വാങ്ങിത്തരാൻ ആൾക്കാരിങ്ങനെ മുട്ടി നിൽക്കുമ്പോ ആര് നിക്കണ? എവിടെ നിങ്ങള്? ബാംഗ്ലൂരേട്ടായി ചെക്കൻ കേക്കണ്ട. കുത്തുമ്പോഴേ ഒരു പ്രത്യേക സന്തോഷം. പാടാ കുട്ടാ. അങ്ങനെ അച്ചു 3rd സ്റ്റഡ് അടിച്ചു. അവൾക്ക് പിന്നെ ആദ്യത്തെ ശരിയായത് കൊണ്ട് ഇതടിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് അടിച്ചത് ഫ്ലോപ്പായി, സെക്കൻഡ് അടിച്ച് അതും ഫ്ലോപ്പായി. അതുകൊണ്ട് ഒട്ടും ധൈര്യം ഉണ്ടായിരുന്നില്ല. കോപ്പിറൈറ്റ് വരും ഗൈസ്. അപ്പോൾ നമ്മളിവിടെ അടുത്ത ആൾ യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. സോറി, ആദ്യത്തെ ആള്. അടുത്ത ആളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് കമ്മൽ. കുത്ര കുട്ടാ. മാലത്തെ മാല. ഇതെന്തിനാ മാല? ശൂലം മാറ്റി. അങ്ങനെ നമ്മൾക്ക് അത് കുത്താൻ പോവുകയാണ് ഗൈസ്. എന്തോ ചേട്ടനാണോ കുത്താൻ വേണ്ടതെന്ന്? അങ്ങനെ ഫൈനലി കുറേ നാളായിട്ട് പറയാറുണ്ട് കാത് കുത്തണം എന്ന്. അപ്പോൾ എന്തായാലും ഇവിടെ ഫ്രീ ആയിട്ട് കുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ജ്വല്ലറിക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് സിറ്റുവേഷൻ അടുപ്പിച്ച് വന്നപ്പോൾ എന്തായാലും പല്ല് പഞ്ചറായിരിക്കുക. എന്നാൽ പിന്നെ ഈ വേദനയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതാ കാത് കുത്താം. വേണ്ട, ഭംഗിയില്ല. പൊസിഷൻ നോക്കിട്ടോ. അതല്ല പാണ്ടിപ്പടയിലെ പോലെ യുക്കളി ഓടുന്നൊക്കെ ഒറ്റ ചെക്ക്. എടാ മറ്റേ ടൂർണമെന്റിലടിക്കുകയാണ് കേട്ടോ പാണ്ടിപ്പടയില്. അതെ പിന്നല്ല, പക്ഷെ വല്ലാണ്ട് താഴേക്ക് ഇറങ്ങിയോ? അങ്ങനെ ഫൈനലി നമ്മൾ ആഗ്രഹം നിറവേറ്റിയിരിക്കുകയാണ് ഗോയ്സ്. ഓ ചോന്നിരിക്കണ്ട് കാത്. നോട്ടെ ഇങ്ങുണ്ട്. കാതൊന്ന് കുത്തിയിട്ട് അവൾക്കവിടെ കമ്പനി കിട്ടി. അങ്ങനെ കാതുകുത്തും പിന്നെ റിങ്ങിനുള്ള ഓർഡർ കൊടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുങ്കത്തിൽ നിന്ന് നേരെ ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് ഫാൻസി പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുത്തമ്പള്ളിയുടെ അവിടേക്ക് നമ്മളിങ്ങനെ നടക്കുകയാണ്. നമ്മൾ ബെല്ലാമരിയിൽ വന്ന്, സോറി ബെല്ലാമരിയെന്നല്ല, നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. പക്ഷെ കളറ് 2 ഡിഫറെൻ്റ്. ഇതിൻ്റെ കളർ സിംഗിൾ. ഒരു കാര്യം ചെയ്യാം, ഇതെടുത്താലോ? അത് ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇട്ടോ ഇതല്ല, വേറെ തരും ഒരു ഷുഗർ പ്ലേ. എല്ലാം കുട്ടികളുടെ ഒന്നല്ല.
നീ ഇതിനെ കണ്ടുപിടിച്ചേ? അതെങ്ങനെ അവിടെ എത്തുമ്പോ കുട്ടികളുടെ മനസ്സിലായേ? എങ്ങനെ കുഞ്ഞു കണ്ടുപിടിച്ച ലിപ്സ്റ്റിക്? അത് ഞാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞു, അതുകൊണ്ട്. ഏത് ഫ്രണ്ട്? മിലാംഗ്രീസ് ആണോ പറഞ്ഞേ? ശരിയാക്കി കൊടുക്കട്ടോ മിലാംഗ്രീസിനെ ഞാൻ. എന്നാ തീർക്കാൻ ചേച്ചി. ഇതിൽ ഏതൊക്കെ ഷെയ്ഡ് പറഞ്ഞാൽ ഇതും ഈ 2 ഷെയ്ഡ് വരുന്നുള്ളൂ. പിങ്ക് മതിക്കും. പിങ്ക് രസം. ഇതെടുക്കാം. ഇപ്പൊ ഒരു പിങ്ക്. അമ്മൂമ്മമാരുടെ ഓ നാണങ്ങട് കണ്ടിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ കിഡ്സിൻ്റെ ലിപ്സ്റ്റിക്കും കൂടെ വാങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. പിന്നെ വേറെ പർച്ചേസും കാര്യങ്ങളൊന്നുമില്ല ഇവിടുത്തെ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെയും കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസം വീണ്ടും പോവാം. ഇപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. വീണ്ടും അക്ഷയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ 3 ഷെയ്ഡ്സാണ് വരണേ. കിഡ്സിന് യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി നേരെ നമ്മൾ ഫുഡും കൂടെ കഴിച്ച് സെയിം ഇന്നലെ പോയ അക്ഷയയിൽ നിന്നും പോയിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് സാധാരണ എടുത്ത സംഭവം എനിക്കും കൂടെ വേണ്ടി എടുക്കാൻ വേണ്ടി വന്നതെങ്കിലും എനിക്കെടുക്കലും നടന്നിട്ടില്ലെങ്കിലും നമ്മൾ ഇന്നത്തെ ഡേ ഷോപ്പിംഗ് അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് ആ പർച്ചേസൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ അട്ടിയിട്ട് വണ്ടിയിൽ പോവാട്ടോ. അപ്പോൾ സ്കൂട്ടിയിൽ അവിടെ അടുത്ത 2 പേര് വരുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കാറിൽ കയറി. മോള് വാശി ഞാനില്ലാണ്ട് വരില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാറിൽ കയറി. പിന്നെ പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങിയ സമയത്ത് നമ്മുടെ എവിടെയായിരുന്നു ഡിസൈൻ വേൾഡിൽ ചാലക്കുടിയിൽ സെയിം കളർ നോക്കിയിട്ട് പോയിട്ടോ. അവരുടെ പുതിയൊരു സൈഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കി. പക്ഷെ അവിടെ നിന്നും കിട്ടിയില്ല ആ കളറിലുള്ളത്. നെക്സ്റ്റ് ഡേ ഞാൻ നമ്മുടെ പരാഗ് ഫാഷൻസ് ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കി. ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇവിടെയും എനിക്ക് സെറ്റായില്ല. നോട്ട് ഓക്കെ കളക്ഷൻ ഉണ്ട്, പക്ഷേ റേറ്റ് എനിക്ക് അവിടെ കൂടി സാറ്റിസ്ഫൈഡ് ആയി. സോ ഐ തിങ്ക് നമുക്കിപ്പോൾ നെക്സ്റ്റ് ഷോപ്പിൽ പോകാം. പിന്നെ അന്ന് വൈകുന്നേരം നമ്മൾ നേരെ പുതുക്കാട് ശോഭയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് കിട്ടിയിട്ട് അപ്പോൾ അത് സെറ്റാക്കി എടുത്തു. പിന്നെ ജെൻസിൻ്റെ ഷർട്ട് എപ്പോഴും സെറ്റായിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം ശിവാനിയിൽ നമ്മൾ പറഞ്ഞ് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ച മെറ്റീരിയൽ. അപ്പോൾ എന്തായാലും സെപ്പറേറ്റ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാനാണ് അവരുടെ ഇതിൻ്റെ പ്ലാൻ. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ കിട്ടിയതൊക്കെ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റെഡിമെയ്ഡ് സെക്ഷനിൽ ഞാൻ കുറച്ച് ഡ്രസ്സ് കണ്ടത്. അതെനിക്ക് ഭയങ്കര വിഷമമായിട്ട് എനിക്ക് തോന്നി റെഡിമെയ്ഡ് എടുക്കായിരുന്നു ബെറ്റർ എന്നുള്ളത്. കാരണം ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നേക്കാളും എന്തുകൊണ്ടും ബെറ്റർ റെഡിമെയ്ഡ് ആയിരുന്നു. പക്ഷെ അത് മുറിച്ച് ചെയ്യേണ്ട കണ്ടേ. അപ്പം എന്തായാലും ഷർട്ട് നോക്കി 3 എണ്ണം ഒരേപോലത്തെ കിട്ടും. അപ്പോൾ ഒരെണ്ണം വേറെയാവും. അങ്ങനെ പക്ഷെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഗുഡ്. ഇതൊക്കെ ഗുഡ്. പക്ഷെ രസമുണ്ട്. ഇതാട്ടോ ഞാൻ പറഞ്ഞത് റെഡിമെയ്ഡിൽ എക്സാക്ട് സെയിമിൽ നല്ല ഹെവി വർക്കുള്ള ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഷോപ്പിംഗ് വ്ലോഗ്. ഇനിയും വരാനുണ്ട്. ഇനി നമുക്ക് സേവ് ദ ഡേറ്റിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയതും അവളുടെ ഡ്രസ്സിൻ്റെ പർച്ചേസിങ്ങിൻ്റെ ത്രൂ ഔട്ട് വ്ലോഗും ഒക്കെ നമുക്ക് വരാനുണ്ട്. അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എൻഗേജ്മെൻറ്റ് വ്ലോഗ് വരാനുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് മറ്റേ വീഡിയോയിൽ കാണാം. ബൈ.